ഇമോഷൻസ് എപ്പോഴൊക്കെയാണ് നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വിസ്ഡത്തെ, നമ്മുടെ വിവേകത്തെ ഓവർകം ചെയ്യാൻ സാധ്യതയുള്ളത്? നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഇമോഷൻസിൻ്റെ ഇരയാകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുവദിക്കരുത്. ചെറുതിലെ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. വിവേകം എപ്പോഴും മുന്നിൽ നിൽക്കണം. ഇമോഷൻസ് അത് നിരാശയായാലും ദേഷ്യമായാലും ഭയമായാലും ആ ഇമോഷൻസ് നമ്മളെ ഭരിക്കാൻ, അല്ലെങ്കിൽ ആ ഇമോഷൻസിൻ്റെ ഇരയായി തീരുന്നു നമ്മളെങ്കിൽ അവിടെ നമ്മളല്ലാതായി തീരുന്നു. ഇമോഷൻസാണ് അവിടെ കുറച്ച് സമയത്തേക്ക് നിൽക്കത്തുള്ളൂ. ഒരു പേടിയായാലും പെട്ടെന്നുള്ള ദേഷ്യമായാലും അത് കുറച്ച് നേരത്തേക്ക് നമ്മളെ സ്വാധീനിക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേന് നമ്മൾ പഴയ നമ്മളാവും. രണ്ട് സിറ്റുവേഷൻസ്, പാനിക്കാകുന്ന ടൈമും ആങ്കർ ആകുന്ന ടൈമും. എപ്പോഴൊക്കെയാണ് പാനിക്കാകുന്നത്? നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കാര്യം ചെറുതിലെ പറഞ്ഞ് പേടിപ്പിച്ചാൽ പ്രേതം വരുന്നു, ഒരു മോൺസ്റ്റർ വരുന്നു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാൽ ആ രീതിയിലൊരു നിഴലോ വല്ല കണ്ടുപോയാൽ കുട്ടികൾ പെട്ടെന്ന് പാനിക്കാകുന്നു, അല്ലെങ്കിൽ ഒരു പട്ടി കടിക്കാൻ വരുന്നു. ആ സമയത്ത് രണ്ട് രീതിയിലേ നമുക്ക് ചെയ്യാൻ പറ്റും, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്. ഒട്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ഫ്രീസായി പോകരുത് നമ്മുടെ കുഞ്ഞുങ്ങൾ. അത് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുക. എപ്പോഴൊക്കെയാണ് നമ്മൾ ആങ്കർ ആകുന്നത്? ഒരു ചെറിയ സിറ്റുവേഷൻസ്, നമ്മളൊരു കടയിൽ ചെല്ലുന്നു, നമ്മൾ മറ്റു ചൂടുകളാൽ, അകത്തെ ടെൻഷന്, സമ്മർദ്ദങ്ങൾ, സംഘർഷങ്ങളാൽ നിൽക്കുമ്പോൾ നമ്മളെ ഭരിക്കുന്നത് ആ സമയത്ത് ആ ഒരു ഫീലിംഗ് ആണ്. ആ സമയത്ത് ഒരു പൊറോട്ടയുടെ കൂടെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചത്, കാരണം പെട്ടെന്ന് മൈൻഡൊന്ന് കൂളാവാൻ ആഗ്രഹിച്ചത് ചിക്കന്, നോൺ വെജ് കഴിക്കുന്നതാണ്, ചിക്കൻ്റെ ചാറ് കൂടുതൽ വേണമെന്നാണ്. ഇവിടെ ചിക്കനും ഇല്ല, ചാറ് കുറച്ചും ഒട്ടും ഉപ്പുമില്ലാത്തൊരവസ്ഥ. അല്ലെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ കറി, അപ്പോഴും ഇതേ അവസ്ഥ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യും, റിയാക്ട് ചെയ്യും. ഏതാണ് വേണ്ടത്? ഇതിലും നല്ലത് വേണമായിരുന്നു, അയ്യോ കുഴപ്പമില്ല, നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ പോവുക. കാരണം നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. ഒരു പൊറോട്ടയിലോ ഒരു ചിക്കൻ കറിയിലോ നമ്മുടെ ദേഷ്യത്തിലോ അല്ല നമ്മൾ, നമുക്കും അറിയാം. പക്ഷെ അവിടെ നമ്മുടെ വിവേകം പോകുന്നു. വേണമെങ്കിൽ നമുക്ക് ആ കറി എടുത്ത് കളയാം, പാത്രം തല്ലിപ്പൊട്ടിക്കാം, ആ വെച്ചത് നാളെ അടിക്കാം, കടയും തല്ലി തകർക്കാം. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അവിടെ നമ്മളല്ല അത് ചെയ്യുന്നത്, നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വികാരങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നുമില്ല. അത് കുട്ടികൾക്കൊന്ന് പറഞ്ഞ് മനസ്സിലായി. ദേഷ്യം വരുമ്പോൾ മാത്രമേ കുട്ടികളങ്ങനെ കളിപ്പാട്ടം വലിച്ചെറിയുന്നു, പൊട്ടിക്കുന്നു. പിന്നീട് അത് നമ്മൾ റിപ്പയർ ചെയ്യണം. അപ്പം നമ്മുടെ മനസ്സ് ഇങ്ങനൊരു ഇമോഷണലി നമ്മൾ തകർന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ അത് മനസ്സിലാക്കി കൊടുക്കുക. അറിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം ഒരു റെഡ് സിഗ്നൽ, ഞാൻ ഓക്കെ അല്ല എന്ന് നമ്മളൊരു റെഡ് സിഗ്നൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ പറയണം. ഞാൻ ഓക്കെ ആവാൻ എനിക്ക് കുറച്ച് സമയം വേണം. നമ്മുടെ സുരക്ഷയ്ക്കും നമ്മൾ കാരണം മറ്റുള്ളവർക്ക് മുറിവേൽക്കാതിരിക്കും. ആ കുറച്ച് സെക്കൻഡുകൾക്കേ ഉള്ളൂ. 1, 2, 10 വരെ എണ്ണുന്ന ആ സമയം കൊണ്ട് നമ്മൾ നോർമൽ സ്റ്റേജിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ജീവിതകാലം മൊത്തവുമല്ല, ഒരു കൈത്താങ്ങെന്ന് പറഞ്ഞാൽ നമ്മളെ നേരായ ദിശയിലേക്ക് നമ്മുടെ ഈ മൈൻഡിനെ കൊണ്ടുവരാൻ. അത് നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടോ മാതാപിതാക്കളെ കൊണ്ടോ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയായ പരിശീലനം തേടിയവരെ കൊണ്ട്, അല്ലെങ്കിൽ നല്ലൊരു വാക്ക് എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു കൗൺസിലിംഗ് ആയാലും മതി. നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ബ്രെയിനിൽ ഒരു വാണിംഗ്, ഒരു അലാം നമ്മൾ തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് സെറ്റ് ചെയ്യിച്ച് നമ്മുടെ ഈ മൈൻഡിൻ്റെ ഈ സിറ്റുവേഷനെ സ്വാഭാവികമാണ് റിപ്പയർ ചെയ്ത് ഫിക്സ് ചെയ്ത് പഴയതിലും നല്ലതാകുക. കാരണം ബന്ധങ്ങൾ നിലനിൽക്കും. ബന്ധങ്ങളാണോ അന്നത്തെ വികാരം കാണോ പൊട്ടുന്ന കാര്യങ്ങളാണോ വലുത്? നമുക്ക് മനുഷ്യ ബന്ധങ്ങളാണ് വലുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുതിലേ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ഇമോഷൻസ് സ്വാഭാവികമായിട്ടും ബ്രേക്ക് ആവുന്ന സമയത്ത് റെഡ് സിഗ്നൽ നമ്മൾ തന്നെ സ്വയം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും നമ്മളല്ല, മോളെ നീയല്ല, മോനെ നമ്മുടെ വികാരമാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മളതിനെ റിപ്പയർ ചെയ്യുക, ഫിക്സ് ചെയ്യുക. നമ്മുടെ മനസ്സിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ പ്രോബ്ലമെന്ന് ഉദ്ദേശിച്ച് ഒരു വിഷമമോ ഒരു ദുഃഖമോ വേറെ എന്തും നമുക്ക് മൂന്നാമതൊരാളെ കൊണ്ട് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ മാറ്റി വാങ്ങിക്കാം. പക്ഷെ മനസ്സിൻ്റെ കാര്യം വരും നമുക്ക് തന്നെ അതിനെ ശരിയാക്കി എടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. കൂടുതൽ അതിനെ നല്ലതാക്കി എടുക്കാനും പറ്റും. ബി പോസിറ്റീവ്.